ശാന്തി 13/4/21. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബ ആരാണോ എങ്ങനെയാണോ കുട്ടികളായ നിങ്ങളും നമ്പർ വൈസ് ആയാണ് തിരിച്ചറിയുന്നത്. അഥവാ എല്ലാവരും തിരിച്ചറിഞ്ഞിരുന്നു എങ്കിൽ വളരെയധികം ആൾക്കൂട്ടം ഉണ്ടായിരുന്നേനെ. ചോദ്യം: 4 ഭാഗത്തും പ്രത്യക്ഷതയുടെ ശബ്ദം എപ്പോൾ വ്യാപിക്കും? ഉത്തരം: സ്വയം ഭഗവാൻ ഈ പഴയ ലോകത്തിൻ്റെ വിനാശം ചെയ്യിച്ച് പുതിയ ലോകം സ്ഥാപിക്കുവാൻ വന്നിരിക്കുന്നു എന്ന് മനുഷ്യർക്ക് മനസ്സിലാകുമ്പോൾ, നമ്മൾ എല്ലാവരുടെയും സദ്ഗതി ചെയ്യുന്ന ബാബ നമുക്ക് ഭക്തിയുടെ ഫലം നൽകാൻ വന്നിരിക്കുന്നു എന്ന നിശ്ചയം ഉണ്ടാകുമ്പോൾ പ്രത്യക്ഷതയുണ്ടാകും. 4 ഭാഗത്തും കോലാഹലങ്ങൾ ഉണ്ടാകും. ഗീതം: ആരാണോ പ്രിയതമൻ്റെ കൂടെ ഉള്ളത് അവർക്ക് ജ്ഞാനത്തിൻ്റെ മഴയാണ്. ഓം ശാന്തി. കുട്ടികൾ ഗീതത്തിൻ്റെ 2 വരി കേട്ടു. ആരാണോ പ്രിയതമൻ്റെ കൂടെ ഉള്ളത്? ഇപ്പോൾ പ്രിയതമൻ ആരാണ്? ഇത് ലോകം അറിയുന്നില്ല. അനേകം കുട്ടികളുണ്ട്. അവരിലും വളരെ പേർക്ക് ഏത് പ്രകാരത്തിലാണ് ബാബയെ ഓർമ്മിക്കേണ്ടത് എന്നറിയില്ല. അവർക്ക് ഓർമ്മിക്കുവാൻ അറിയില്ല. അടിക്കടി മറന്നു പോകുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, കുട്ടികളെ, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ഞാൻ ബിന്ദുവാണ്. ബാബ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. ആ ഒന്നിനെ തന്നെ ഓർമ്മിക്കണം. ഓർമ്മിക്കുന്നതിൻ്റെ ഇങ്ങനെയുള്ള പ്രാക്ടീസ് വരണം. അപ്പോൾ നിരന്തരമായ ഓർമ്മ നിലനിൽക്കും. അവസാനം ഇത് ഓർമ്മയുണ്ടായിരിക്കണം, ഞാൻ ആത്മാവാണ്. ശരീരം ഉണ്ടായിരിക്കുന്നു, എന്നാൽ ഞാൻ ആത്മാവാണ് എന്ന ജ്ഞാനം ബുദ്ധിയിൽ വയ്ക്കണം. ബാബയുടെ ഡയറക്ഷൻ ലഭിച്ചിരിക്കുന്നു. ഞാൻ ആരാണോ ആ രൂപത്തിൽ ആരെങ്കിലും ഓർമ്മിക്കുന്നത് വിരളമാണ്. കുട്ടികൾ ദേഹാഭിമാനത്തിൽ വളരെയധികം വന്നു പോകുന്നു. ബാബ മനസ്സിലാക്കിച്ചു തന്നു, ആർക്കെങ്കിലും ബാബയുടെ പരിചയം നൽകാത്തത് വരെയും ഒന്നും മനസ്സിലാക്കുവാൻ സാധിക്കില്ല. ആദ്യം അവർക്ക് ഇത് മനസ്സിലാകണം, ആ നിരാകാരൻ നമ്മുടെ പിതാവാണ്, ഗീതയുടെ ഭഗവാനാണ്. ആ ഒന്ന് സർവരുടെയും സദ്ഗതി ദാതാവാണ്. ആ ഒന്ന് ഈ സമയം സദ്ഗതി ചെയ്യുന്നതിൻ്റെ പാർട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു. ഈ പോയിന്റിൽ നിശ്ചയ ബുദ്ധിയാകണം. എങ്കിൽ പിന്നെ ഇത്രയും സാധു സന്യാസിമാരും മറ്റുമായി ആരെല്ലാം ഉണ്ടോ എല്ലാവരും സെക്കൻഡിൽ വരുമായിരുന്നു. ഭാരതത്തിൽ വളരെ കോലാഹലങ്ങൾ ഉണ്ടായി. ഇപ്പോൾ ഈ ലോകം വിനാശമാകാൻ പോകുന്നു എന്ന് ഇപ്പോൾ മനസ്സിലാകുന്നു എങ്കിൽ, ഈ കാര്യത്തിൻ്റെ നിശ്ചയമുണ്ടാകുന്നു എങ്കിൽ ബോംബെ മുതൽ ആബു വരെ ക്യൂ ഉണ്ടാകുമായിരുന്നു. എന്നാൽ ഇത്രയും വേഗത്തിൽ ആർക്കും നിശ്ചയമുണ്ടാവുക സാധ്യമല്ല. നിങ്ങൾക്കറിയാം, വിനാശം സംഭവിക്കേണ്ടതുണ്ട്. ഇവരെല്ലാം ഘോര നിദ്രയിൽ ഉറങ്ങുക തന്നെ ചെയ്യേണ്ടതുണ്ട്. പിന്നെ അന്തിമ സമയത്ത് നിങ്ങളുടെ പ്രഭാവം വരും. ഗീതയുടെ ഭഗവാൻ പരംപിത പരമാത്മാ ശിവനാണ് എന്ന കാര്യത്തിൽ നിശ്ചയമുണ്ടാവുക എളുപ്പമുള്ള കാര്യമല്ല. ഇത് പ്രസിദ്ധമാകുന്നുവെങ്കിൽ മുഴുവൻ ഭാരതത്തിലും ശബ്ദമുണ്ടായേനെ. ഇപ്പോഴാണെങ്കിൽ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിക്കും, മറ്റൊരാൾ പറയും നിങ്ങളുടെ മാന്ത്രിക വിദ്യ ബാധിച്ചു എന്ന്. ഈ വൃക്ഷം വളരെ പതുക്കെ പതുക്കെ വളരണം. ഇപ്പോൾ ഒരല്പം സമയമുണ്ട്. എങ്കിലും പുരുഷാർത്ഥം ചെയ്യുന്നതിൽ കുഴപ്പമില്ല. നിങ്ങൾ വലിയ വലിയ വ്യക്തികൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു, എന്നാൽ അവർ ഒന്നും തന്നെ മനസ്സിലാക്കുന്നില്ല. കുട്ടികളിലും പലരും ഈ നോളജ് മനസ്സിലാക്കുന്നില്ല. ബാബയുടെ ഓർമ്മയില്ല, അതിനാൽ ആ അവസ്ഥയില്ല. നിശ്ചയം എന്ന് എന്തിനെയാണ് പറയുന്നത് എന്ന് ബാബ അറിയുന്നുണ്ട്. ഇപ്പോൾ ചിലർ 1-2% പോലും ബാബയെ ഓർമ്മിക്കുന്നത് പ്രയാസമാണ്. ഇവിടെ ഇരിക്കുന്നുണ്ട്, ബാബയുടെ കൂടെ ആ സ്നേഹമില്ല. ഇതിൽ സ്നേഹം ആവശ്യമാണ്, ഭാഗ്യം ആവശ്യമാണ്.
ബാബയോട് സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് ഓരോ ചുവടിലും ശ്രീമത്തനുസരിച്ച് നടക്കണം എന്ന് മനസ്സിലാകും. നമ്മൾ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. പകുതി കൽപ്പത്തെ ദേഹാഭിമാനം ഇരിക്കുന്നു. അതിനാൽ ഇപ്പോൾ ദേഹി അഭിമാനിയാകുന്നതിൽ വലിയ പ്രയത്നം തോന്നുന്നു. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി മോസ്റ്റ് ബിലവഡായ ബാബയെ ഓർമ്മിക്കുക എളുപ്പമുള്ള കാര്യമല്ല. അവരുടെ മുഖത്ത് തന്നെ തിളക്കം വരും. കന്യക വിവാഹം കഴിക്കുമ്പോൾ ആഭരണവും മറ്റും അണിയുന്നു. അപ്പോൾ മുഖത്ത് പൂർണ്ണമായും സന്തോഷം വരുന്നു. എന്നാൽ ഇവിടെ പ്രിയതമനെ ഓർമ്മിക്കുന്നതേയില്ല. അപ്പോൾ ആ മുഖം വാടിപ്പോയിരിക്കും. കാര്യം ചോദിക്കുകയേ വേണ്ട. കന്യക വിവാഹം കഴിക്കുമ്പോൾ മുഖം പ്രസന്നമാകുന്നു. ചിലരുടേതാണെങ്കിൽ വിവാഹശേഷവും മുഖം ജഡം പോലെയായിരിക്കും. പല തരത്തിലുള്ളവരുണ്ട്. ചിലരാണെങ്കിൽ മറ്റൊരു വീട്ടിൽ പോയി കുഴങ്ങിപ്പോകുന്നു. അപ്പോൾ ഇവിടെയും ഇങ്ങനെയാണ്. ബാബയെ ഓർമ്മിക്കുന്നതിൻ്റെ പ്രയത്നമുണ്ട്. അതീന്ദ്രിയ സുഖം ഗോപി വല്ലഭൻ്റെ ഗോപഗോപികമാരോട് ചോദിക്കൂ എന്ന ഗാനം അന്തിമത്തിൻ്റേതാണ്. സ്വയം ഗോപഗോപികയായി മനസ്സിലാക്കണം. നിരന്തരം ബാബയെ ഓർമ്മിക്കണം. ആ അവസ്ഥ ഉണ്ടാകണം. ബാബയുടെ പരിചയം സർവർക്കും നൽകണം. ബാബ വന്നിരിക്കുകയാണ്. ആ ഒന്ന് സമ്പത്ത് നൽകിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ മുഴുവൻ നോളജും വരുന്നു. ലക്ഷ്മി നാരായണൻ എപ്പോഴാണോ 84 ജന്മങ്ങൾ പൂർത്തിയാക്കിയത്, അപ്പോൾ ബാബ അന്തിമത്തിൽ വന്ന് അവരെ രാജയോഗം പഠിപ്പിച്ച് രാജപദം നൽകി. ലക്ഷ്മി നാരായണൻ്റെ ഈ ചിത്രമാണ് നമ്പർ 1. നിങ്ങൾക്കറിയാം, അവർ കഴിഞ്ഞ ജന്മത്തിൽ അങ്ങനെയുള്ള കർമ്മം ചെയ്തു. ആ കർമ്മം ഇപ്പോൾ ബാബ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മന്മനാഭവ, പവിത്രമായിരിക്കൂ എന്ന് പറയുന്നു. യാതൊരു പാപകർമ്മവും ചെയ്യാതിരിക്കൂ. കാരണം നിങ്ങൾ ഇപ്പോൾ സ്വർഗത്തിൻ്റെ അധികാരിയാണ്. പുണ്യാത്മാവ് ആകുന്നു. പകുതി കൽപ്പം മായാരാവണൻ പാപം ചെയ്യിച്ചു വന്നു. ഇപ്പോൾ സ്വയം തന്നോട് ചോദിക്കണം, നമ്മളിൽ നിന്നും ഏതെങ്കിലും പാപം ഉണ്ടാകുന്നില്ലല്ലോ. പുണ്യത്തിൻ്റെ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണോ? അന്ധരുടെ ഊന്നുവഴിയായോ? ബാബ പറയുന്നു, മന്മനാഭവ. മന്മനാഭവ എന്നാരാണ് പറഞ്ഞത് എന്നതും ചോദിക്കേണ്ടതുണ്ട്. അവർ പറയും കൃഷ്ണനാണ് പറഞ്ഞത്. പരംപിത പരമാത്മാ ശിവനാണ് പറഞ്ഞത് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നു. രാപകലിൻ്റെ വ്യത്യാസമുണ്ട്. ശിവജയന്തിയോടൊപ്പമാണ് ഗീതാ ജയന്തി. ഗീതാ ജയന്തിയോടൊപ്പം കൃഷ്ണ ജയന്തി. നമ്മൾ ഭാവിയിൽ പ്രിൻസ് ആകും എന്നത് നിങ്ങൾ അറിയുന്നുണ്ട്. ബെഗർ ടു പ്രിൻസ് ആകണം. ഈ എയിം ഓബ്ജക്റ്റ് തന്നെ രാജയോഗത്തിൻ്റെതാണ്. ഗീതയുടെ ഭഗവാൻ ശ്രീകൃഷ്ണനായിരുന്നില്ല. ആ ഒന്ന് നിരാകാരനായിരുന്നു എന്നത് നിങ്ങൾ തെളിയിച്ച് പറഞ്ഞു കൊടുക്കൂ. അപ്പോൾ സർവവ്യാപി എന്ന ജ്ഞാനം മാറട്ടെ. സർവരുടെയും സദ്ഗതി ദാതാവ് പതീത പാവനൻ ബാബയാണ്. ആ ഒന്ന് ലിബറേറ്ററാണ് എന്ന് പറയുകയും ചെയ്യുന്നു. പിന്നെ സർവവ്യാപി എന്ന് പറയുന്നു. എന്തെല്ലാമാണോ പറയുന്നത് അത് മനസ്സിലാക്കുന്നില്ല. ധർമ്മത്തെക്കുറിച്ചും എന്ത് തോന്നുന്നോ അത് പറയുന്നു. മുഖ്യ ധർമ്മങ്ങൾ 3 ദേവി ദേവതാ ധർമ്മം പകുതി കൽപ്പം നടക്കുന്നു. നിങ്ങൾക്കറിയാം, ബ്രാഹ്മണ ദേവത ക്ഷത്രിയ ധർമ്മം ബാബ സ്ഥാപിക്കുന്നു. ഇത് ലോകം അറിയുന്നില്ല. അവരാണെങ്കിൽ സത്യുഗത്തെ തന്നെ 1,00,000 വർഷങ്ങൾ എന്ന് പറയുന്നു. ആദി സനാതന ദേവീ ദേവതാ ധർമ്മമാണ് ഏറ്റവും ഉയർന്നത്. എന്നാൽ തൻ്റെ ഈ ധർമ്മത്തെ മറന്ന് ഇർറിലീജിയസ് ആയിരിക്കുന്നു. ക്രിസ്ത്യൻസ് തങ്ങളുടെ ധർമ്മത്തെ ഉപേക്ഷിക്കുന്നില്ല. ക്രൈസ്റ്റാണ് നമ്മുടെ ധർമ്മം സ്ഥാപിച്ചിരുന്നത് എന്നവർ അറിയുന്നു. ഇസ്ലാമി, ബൗദ്ധി, പിന്നെ ക്രിസ്ത്യൻ, ഇതാണ് മുഖ്യധർമ്മങ്ങൾ. ബാക്കി ചെറിയ ചെറിയവ വളരെയധികമുണ്ട്. എവിടെ നിന്നാണ് വർധനവുണ്ടായത് ഇതാർക്കും അറിയില്ല. മുഹമ്മദ് വന്നിട്ട് ഇപ്പോൾ അല്പസമയമേ ആയുള്ളൂ. ഇസ്ലാമി പുരാതനമാണ്.
ക്രിസ്ത്യനും പ്രശസ്തമാണ്. ബാക്കിയാകട്ടെ എത്ര അനേകമുണ്ട്. എല്ലാവർക്കും തങ്ങളുടേതായ ധർമ്മമുണ്ട്. തൻ്റെ ഭിന്ന ഭിന്ന ധർമ്മവും ഭിന്ന ഭിന്ന നാമവുമുണ്ട്. അപ്പോൾ കുഴങ്ങിപ്പോയിരിക്കുകയാണ്. മുഖ്യ ധർമ്മശാസ്ത്രങ്ങളും 4 എന്നത് അറിയുന്നില്ല. ഇതിൽ ഡെയ്റ്റീസവും ബ്രാഹ്മണിസവും വരുന്നു. ബ്രാഹ്മണൻ തന്നെ ദേവത, ദേവത തന്നെ ക്ഷത്രിയൻ. ഇതാർക്കും അറിയില്ല. ബ്രാഹ്മണ ദേവതായ നമ എന്ന് പാടുന്നുണ്ട്. പരംപിതാവ് ബ്രാഹ്മണ ദേവത ക്ഷത്രിയ ധർമ്മത്തിൻ്റെ സ്ഥാപന ചെയ്തു. ഈ വാക്കുണ്ട്, പക്ഷേ പഠിക്കുന്നത് തത്തയെ പോലെയാണ്. ഇത് മുള്ളുകളുടെ കാടാണ്. ഭാരതം ഗാർഡൻ ഓഫ് ഫ്ലവർ ആയിരുന്നു. ഇതും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അത് എപ്പോൾ, എങ്ങനെ, ആരുണ്ടാക്കി? പരമാത്മാവ് എന്ത് വസ്തുവാണ്? ഇതാരും അറിയുന്നില്ല. അപ്പോൾ ഓർഫനായല്ലോ. അതിനാലാണ് ഈ അടിവഴക്കുകളും മറ്റുമുള്ളത്. പിന്നെ ഭക്തിയിൽ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പ്രകാശമുള്ളതാക്കുവാൻ ബാബ വന്നിരിക്കുന്നു. സെക്കൻഡിൽ ജീവൻ മുക്തി ഉണ്ടാക്കുന്നു. ജ്ഞാനാഞ്ജനം സദ്ഗുരു നൽകി അജ്ഞാന അന്ധകാരം വിനാശമായി. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ പ്രകാശത്തിലാണ്. ബാബ 3ാമത്തെ നേത്രം നൽകി. ദേവതമാർക്ക് 3ാമത്തെ നേത്രം കാണിക്കുന്നു. പക്ഷേ അർത്ഥം അറിയുന്നില്ല. വാസ്തവത്തിൽ 3ാമത്തെ നേത്രം നിങ്ങൾക്കാണുള്ളത്. അവർ പിന്നെ ദേവതമാർക്കാണ് നൽകിയിരിക്കുന്നത്. ഗീതയിൽ ബ്രാഹ്മണരുടെ ഒരു കാര്യവുമില്ല. അതിൽ പിന്നെ കൗരവരും പാണ്ഡവരും മറ്റുമുള്ള യുദ്ധവും കുതിരവണ്ടിയും മറ്റും എഴുതിയിരിക്കുന്നു. ഒന്നും മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുക്കുകയാണ് എങ്കിൽ പറയും, നിങ്ങൾ ശാസ്ത്രങ്ങളെയും മറ്റുമൊന്നും അംഗീകരിക്കുന്നില്ല എന്ന്. നമ്മൾ ശാസ്ത്രങ്ങളെ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് പറയുവാൻ സാധിക്കും. ഇതെല്ലാം ഭക്തി മാർഗത്തിൻ്റെ സാമഗ്രികളാണ് എന്നതറിയുന്നുണ്ട്. ജ്ഞാനവും ഭക്തിയും എന്ന് പാടപ്പെട്ടിട്ടുണ്ട്. രാവണ രാജ്യം ആരംഭിക്കുമ്പോൾ ഭക്തി ആരംഭിക്കുന്നു. ഭാരതവാസികൾ വാമമാർഗത്തിൽ പോയി ധർമ്മഭ്രഷ്ടവും കർമ്മഭ്രഷ്ടവുമാകുന്നു. അതിനാൽ ഇപ്പോൾ ഹിന്ദു എന്ന് പറഞ്ഞിരിക്കുന്നു. പതീതമായിരിക്കുന്നു. ആരാണ് പതീതമാക്കിയത്? രാവണൻ. രാവണനെ കത്തിക്കുന്നുമുണ്ട്. ഇത് പരമ്പരയായി തുടർന്നു വരുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ സത്യയുഗത്തിലാകട്ടെ രാവണ രാജ്യമേ ഉണ്ടായിരുന്നില്ല. ഒന്നും മനസ്സിലാക്കുന്നില്ല. മായ തീർത്തും കല്ല് ബുദ്ധിയാക്കി മാറ്റുന്നു. കല്ലിൽ നിന്നും പവിഴം ബാബ തന്നെയാണ് ആക്കുന്നത്. അയൺ ഏജിൽ വരുമ്പോഴാണ് വന്ന് ഗോൾഡൻ ഏജ് സ്ഥാപിക്കുന്നത്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. എങ്കിലും ആരുടെയെങ്കിലും ബുദ്ധിയിലിരിക്കുക വളരെ പ്രയാസമാണ്. കുമാരിമാരായ നിങ്ങളുടെ വിവാഹ നിശ്ചയം ഇപ്പോൾ നടക്കുന്നു. നിങ്ങളെ പട്ടമഹിഷിയാക്കുന്നു. നിങ്ങളെ അപഹരിക്കുക എന്നാൽ ആത്മാക്കളായ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റേതായിരുന്നു, പിന്നെ നിങ്ങൾ എന്നെ മറന്നുപോയി, ദേഹാഭിമാനിയായി, മായയുടേതായി. ബാക്കി അപഹരിക്കുന്നതിൻ്റെയും മറ്റും കാര്യമില്ല. എന്നെ മാത്രം ഓർമ്മിക്കൂ. ഓർമ്മയുടേത് തന്നെയാണ് പ്രയത്നം. വളരെ പേർ ദേഹാഭിമാനത്തിൽ വന്ന് വികർമ്മം ചെയ്യുന്നു. ബാബയ്ക്കറിയാം, ഈ ആത്മാവ് എന്നെ ഓർമ്മിക്കുന്നതേയില്ല. ദേഹാഭിമാനത്തിൽ വന്ന് വളരെ പാപം ചെയ്യുന്നു എങ്കിൽ പാപത്തിൻ്റെ കുടം 100 മടങ്ങ് നിറഞ്ഞു പോകുന്നു. മറ്റുള്ളവർക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നതിന് പകരം സ്വയം തന്നെ മറന്നു പോകുന്നു. പിന്നെയും കൂടുതൽ ദുർഗതി നേടുന്നു. വളരെ ഉയർന്ന ലക്ഷ്യമാണ്. കയറിയാൽ വൈകുണ്ഠരസം കുടിക്കാം, വീണുപോയാൽ തവിട് പൊടി. ഇത് രാജധാനി സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ നോക്കൂ, എത്ര വ്യത്യാസമുണ്ടാകുന്നു. ചിലർ പഠിച്ച് വാനോളം കയറുന്നു, ചിലർ നിലത്ത് കിടക്കുന്നു. ബുദ്ധി ഡള്ളാണ് എങ്കിൽ പഠിക്കുവാൻ സാധിക്കുന്നില്ല. ചിലരൊക്കെ പറയുന്നു, ബാബ, നമുക്ക് ആർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല.
ശരി, കേവലം സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. പിതാവായ എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾക്ക് സുഖം നൽകും എന്ന് പറയുന്നു. പക്ഷേ ഓർമ്മിക്കുന്നതേയില്ല. ഓർമ്മിക്കുന്നുണ്ടായിരുന്നു എങ്കിൽ മറ്റുള്ളവരിലും ഓർമ്മ വരുത്തുമായിരുന്നു. ബാബയെ ഓർമ്മിച്ചിരുന്നു എങ്കിൽ പാപം ഇല്ലാതായേനെ. ആ ഒന്നിൻ്റെ ഓർമ്മയില്ലാതെ നിങ്ങൾക്ക് സുഖധാമത്തിലേക്ക് പോകുവാൻ സാധിക്കില്ല. 21 ജന്മത്തേക്കുള്ള സമ്പത്ത് നിരാകാരനായ ബാബയിൽ നിന്നാണ് ലഭിക്കുന്നത്. ബാക്കിയെല്ലാം അല്പകാലത്തെ സുഖം നൽകുന്നവരാണ്. ചിലർക്ക് ഋദ്ധിസിദ്ധിയിലൂടെ കുട്ടിയെ ലഭിച്ചു, അല്ലെങ്കിൽ ആശീർവാദത്തിലൂടെ ലോട്ടറി ലഭിച്ചു. പിന്നെ വിശ്വാസം ഉറയ്ക്കുന്നു. ചിലർക്ക് 2-4 കോടി നേട്ടമുണ്ടാകും. പിന്നെ വളരെയധികം മഹിമ ചെയ്യും. എന്നാൽ അതാകട്ടെ അല്പകാലത്തേക്കുള്ളതാണ്. 21 ജന്മങ്ങളിലേക്ക് ഹെൽത്തും വെൽത്തും ലഭിക്കുക സാധ്യമല്ലല്ലോ. പക്ഷേ മനുഷ്യർ അറിയുന്നില്ല. കുറ്റവും പറയാൻ സാധിക്കില്ല. അല്പകാലത്തെ സുഖത്തിൽ തന്നെ സന്തോഷിക്കുന്നു. ബാബ കുട്ടികളായ നിങ്ങളെ രാജയോഗം പഠിപ്പിച്ച് സ്വർഗത്തിൻ്റെ ചക്രവർത്തി പദം നൽകുന്നു. എത്ര സഹജമാണ്! ചിലർക്ക് പൂർണ്ണമായും മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല. ചിലർ മനസ്സിലാക്കുന്നുമുണ്ട്. പക്ഷേ യോഗം പൂർണ്ണമായും ഇല്ലാത്തത് കാരണം ആർക്കും അമ്പേൽക്കുന്നില്ല. ദേഹാഭിമാനത്തിൽ വരുന്നതിലൂടെ എന്തെങ്കിലും പാപം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. യോഗം തന്നെയാണ് മുഖ്യം. നിങ്ങൾ യോഗബലത്തിലൂടെ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. പ്രാചീന യോഗം ഭഗവാനാണ് പഠിപ്പിച്ചിരുന്നത്, ശ്രീകൃഷ്ണനല്ല. ഓർമ്മയുടെ യാത്ര വളരെ നല്ലതാണ്. നിങ്ങൾ ഡ്രാമ കണ്ടിട്ട് വരികയാണെങ്കിൽ ബുദ്ധിയിൽ മുഴുവനും മുന്നിൽ വരും. ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ സമയമെടുക്കും. ഇതും ഇങ്ങനെ തന്നെയാണ്. ബീജവും വൃക്ഷവും. ഈ ചക്രം വളരെ ക്ലിയറാണ്. ശാന്തിധാമം, സുഖധാമം, ദുഃഖധാമം സെക്കൻഡിൻ്റെ കാര്യമാണല്ലോ. എന്നാൽ ഓർമ്മയും ഉണ്ടായിരിക്കണ്ടേ? മുഖ്യമായ കാര്യമാണ് ബാബയുടെ പരിചയം. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങൾ എല്ലാം അറിയും. ശരി, ശിവബാബ നിങ്ങൾ കുട്ടികളെ ഓർമ്മിക്കുന്നു. ബ്രഹ്മബാബ ഓർമ്മിക്കുന്നില്ല. ശിവബാബയ്ക്കറിയാം ആരെല്ലാമാണ് എൻ്റെ സൽപുത്രരായ കുട്ടികൾ. സർവീസബിളും സൽപുത്രരുമായ കുട്ടികളെ ഓർമ്മിക്കുന്നു. ഇദ്ദേഹം ആരെയും ഓർമ്മിക്കുന്നൊന്നുമില്ല. ഇദ്ദേഹത്തിൻ്റെ ആത്മാവിനാണെങ്കിൽ ഡയറക്ഷനുണ്ട്, എന്നെ മാത്രം ഓർമ്മിക്കൂ എന്ന്. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഭാഗ്യശാലി ആകുന്നതിനായി ഒരു ബാബയോട് സത്യമായ സ്നേഹം വയ്ക്കണം. സ്നേഹം വയ്ക്കുക എന്നാൽ ഓരോ ചുവടിലും ഒന്നിൻ്റെ തന്നെ ശ്രീമത്ത് അനുസരിച്ച് നടന്നുകൊണ്ടിരിക്കണം. ദിവസവും പുണ്യത്തിൻ്റെ കാര്യം തീർച്ചയായും ചെയ്യണം. ഏറ്റവും വലിയ പുണ്യമാണ് സർവർക്കും ബാബയുടെ പരിചയം നൽകണം. ബാബയെ ഓർമ്മിക്കണം. എല്ലാവർക്കും ബാബയുടെ ഓർമ്മ വരുത്തണം. വരദാനം: സ്ഥൂല കാര്യം ചെയ്യുമ്പോഴും മനസ്സുകൊണ്ട് വിശ്വപരിവർത്തനത്തിൻ്റെ സേവനം ചെയ്യുന്ന ഉത്തരവാദിത്വമുള്ള ആത്മാവായി ഭവിക്കട്ടെ. ഏതൊരു സ്ഥൂല കാര്യം ചെയ്യുമ്പോഴും സദാ ഈ സ്മൃതി ഉണ്ടായിരിക്കണം: ഞാൻ വിശ്വത്തിൻ്റെ സ്റ്റേജിൽ വിശ്വമംഗളത്തിൻ്റെ സേവാർത്ഥം നിമിത്തമാണ്. എനിക്ക് എൻ്റെ ശ്രേഷ്ഠ മനസ്സിലൂടെ വിശ്വപരിവർത്തനത്തിൻ്റെ കാര്യത്തിൻ്റെ വളരെ വലിയ ഉത്തരവാദിത്വം ലഭിച്ചിരിക്കുന്നു. ഈ സ്മൃതിയിലൂടെ അലക്ഷ്യം സമാപ്തമായിക്കൊള്ളും. സമയവും വ്യർത്ഥമായി പോകുന്നതിൽ നിന്നും ഒഴിവാകും. ഓരോരോ സെക്കൻഡും അമൂല്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിശ്വമംഗളത്തിൻ്റെ അഥവാ ജഡചൈതന്യങ്ങളെ പരിവർത്തനപ്പെടുത്തുന്ന കാര്യത്തിൽ സഫലമാക്കിക്കൊണ്ടിരിക്കും. സ്ലോഗൻ: ഇപ്പോൾ യോദ്ധാവാകുന്നതിന് പകരം
നിരന്തര യോഗിയാകൂ. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. ഈ ദേഹമാകുന്ന ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഞാൻ ആത്മാവ് ഒരു ചൈതന്യ ശക്തിയാണ്. ഈ ആത്മസ്മൃതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ എൻ്റെ ശുദ്ധവും പവിത്രവുമായ യഥാർത്ഥ സ്വരൂപം എനിക്ക് അനുഭവവേദ്യമാകുന്നു. ഈശ്വരൻ്റെ ധാമത്തിൽ നിന്നും ഈ കർമ്മക്ഷേത്രത്തിൽ വന്നപ്പോൾ എൻ്റെ ആത്മസ്വരൂപം അതിനിർമ്മലവും അതിപവിത്രവുമായിരുന്നു. എൻ്റെ ആ നിർമ്മലവും ശുദ്ധവുമായ സ്വരൂപത്തിൻ്റെ പരിപൂർണ അനുഭവം നേടുന്നതിന് ഞാൻ ശാന്തിയുടെ ധാമമായി ആ ജ്യോതി ദേശത്തിൽ ബ്രഹ്മതത്വം വ്യാപിച്ചിരിക്കുന്ന ആ ദിവ്യധാമത്തിൽ സങ്കല്പം കൊണ്ട് യാത്ര ചെയ്യുകയാണ്. ഈ ജ്യോതിദേശത്തിൽ എൻ്റെ ആന്തരിക നേത്രത്തിലൂടെ പരമാത്മാ സ്വരൂപം ദർശിക്കുന്ന മാത്രയിൽ പരമാത്മാ ശാന്തിയുടെ അനന്ത കിരണങ്ങൾ ആത്മാവിൽ ഉൾക്കൊള്ളപ്പെടുകയാണ്. അനന്യ ഭാവത്തിൽ പരമാത്മാ സ്വരൂപത്തിലേക്ക് എൻ്റെ മനസ്സിനെ ഞാൻ ഏകാഗ്രമാക്കുന്നു. അനിർവചനീയമായ ദിവ്യ അലൗകിക സ്നേഹത്തിൽ ഞാൻ ലയിച്ചു ചേരുന്നു. സർവബന്ധനമുക്തവും ആനന്ദമയവുമായ സ്ഥിതി ഞാൻ
അനുഭവിക്കുന്നു. ഈ ദിവ്യവും അലൗകികവുമായ ഈശ്വരീയ പ്രാപ്തികളുടെ അനുഭവം സംഗമയുഗത്തിലെ സർവശ്രേഷ്ഠ ഭാഗ്യമാണ്. സാകാര സൃഷ്ടിയിലെ എൻ്റെ സഹോദര ആത്മാക്കൾക്കും അവരുടെ ജന്മസിദ്ധ അവകാശമായ ഈശ്വരീയ പ്രാപ്തികൾ ലഭിക്കട്ടെ എന്ന ശക്തിശാലി ശുഭസങ്കല്പം അവരിലേക്ക് ഞാൻ അയക്കുകയാണ്. ഹേ ആത്മാക്കളെ, ബാബ സർവ ആത്മാക്കൾക്കും മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും ഈശ്വരീയ സമ്പത്ത് നൽകുവാൻ വന്നു കഴിഞ്ഞു എന്ന മനസ്സിൻ്റെ സങ്കല്പം ആ ആത്മാക്കളിൽ എത്തട്ടെ. സംഗമയുഗത്തിലെ ഈ സർവശ്രേഷ്ഠ ഭാഗ്യത്തിന് ആ ആത്മാക്കൾ യോഗ്യരായി മാറട്ടെ.